അപ്പോൾ ഈ ലൈക്ക് നമ്മളിപ്പോൾ പൊതുവേ മൂവീസിലോട്ട് വരുമ്പോൾ ഓഡീഷൻ അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്നു. ഇപ്പോഴത്തെ സിനിമ ഫീൽഡിലും ഡിസ്കഷൻ നടക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഇതിൽ. അപ്പോൾ സിത്താരയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടിട്ട് എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഒരു ഹൈറാർക്കി ഉണ്ട് അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് കൗച്ച് സിനിമയിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ കാസ്റ്റിംഗ് കൗച്ച് ഒരു എക്സ്പീരിയൻസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ലെവലിലേക്ക് മലയാള സിനിമയിൽ അത്തരം ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഈ പറയുന്ന പോലെ ഒരുപാട് കോണ്ടാക്ട്സോ മലയാള സിനിമയിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സോ ഉള്ള ഒരാളല്ല ഞാൻ. മലയാള സിനിമയിൽ നിന്നല്ല, എനിക്ക് ഒരു വളരെ സർക്കിൾ അല്ല, ഒരു ഡോട്ട്. ഐ ഹാവ് 2 ബെസ്റ്റ് ഫ്രണ്ട്സ്. അവരാണ് കഴിഞ്ഞ 8 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളത്. അപ്പൊ അതിലിങ്ങനെ അവര് അവിടെ തട്ടി ഇവിടെ തട്ടി ഇങ്ങനെ നിൽക്കലാണ് എൻ്റെ ഒരു ഇത്. ഇത്രയും സോഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഇവരോടൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവങ്ങളോ എൻ്റെ അടുത്ത് ചോദിക്കാനും അങ്ങനെ ആരും വന്നിട്ടില്ല. എനിക്ക് ഒരു പ്രശ്നം, എനിക്ക് വളരെ ഡിസ്കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രഗിൾ ചെയ്ത് എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളല്ല ഞാൻ. പക്ഷെ ചില ആളുകൾ, കാസ്റ്റിങ്ങിന്റെ ആളുകൾ എനിക്ക് അയക്കുന്ന മെസ്സേജുകളുണ്ട്. ഇന്റിമേറ്റ് സീൻ ചെയ്യണം, ഇത് ബിക്കിനി സീൻ ചെയ്യാനായിട്ട് പറ്റൂ, ഒരു തെലുഗു സിനിമയുണ്ട്, എന്നാ ഇത്ര ലിപ് ലോക്ക് സീനുകളുണ്ട്, ഇത്ര ന്യൂഡായിട്ട് അഭിനയിക്കാനായിട്ട് പറ്റൂ, ഇത്ര കാശാണ്. ഞാൻ അങ്ങനെ മരിച്ചു കിടക്കല്ല. അങ്ങനെ ഒരു സിനിമയിൽ കയറിയിട്ട് എന്തെങ്കിലും ആക്കാൻ ഞാൻ അങ്ങനെ മരിച്ചു കിടന്ന് നടക്കുന്ന ആളല്ല. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. പക്ഷെ ഞാൻ ഈ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു സിനിമയിൽ പോലും, അതായത് ജനശ്രദ്ധ നേടിയ നല്ല സിനിമകളിൽ, അതായത് നല്ല കണ്ടന്റ് ഉള്ള സിനിമകളിൽ, അതുപോലെ ഹിറ്റായ സിനിമകളിൽ ഈ പറഞ്ഞ ഒരു ബിക്കിനി സീനോ ഈ ഇൻറ്റിമേറ്റ് സീനോ ഇതുപോലെ ഒരു കുറേ ലിപ് ലോക്ക് ഉള്ള സീനോ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കറക്റ്റ് ആണ്. ഞാൻ കണ്ടിട്ടില്ല. ഇതിങ്ങനെ ചെയ്യാനും ആളുകളുണ്ടായിരിക്കും. ഇല്ല, പലപ്പോഴും വിമൻ എന്ന് പറയുന്ന ഫാക്ടറിനെ ഒബ്ജക്റ്റിഫൈവ് ആണ് സിനിമയിൽ ചെയ്യാറുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അത് ലൈക്ക് മാറി വരുന്നുണ്ടെങ്കിലും സ്റ്റിൽ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമല്ലേ ഇത് ഇപ്പൊ പറഞ്ഞത്? അല്ലേ, കറക്റ്റ് അല്ലേ? ആൾക്കാരങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മലയാളികൾ ആ കാര്യത്തിൽ ഭയങ്കര ബോൾഡ് ആണെന്ന് പ്രൂവ് ചെയ്ത ഒരു ഇൻസിഡന്റ് ആണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ബോളിവുഡിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് ഇൻട്രസ്റ്റ് ഫസ്റ്റ് ടൈമാണ്. ഇറ്റ്സ് എ ഹ്യൂജ് സക്സസ്. അത് കുറെ സ്ത്രീകളുടെ ഒരു സക്സസ് ആണത്. അതുപോലെ തന്നെയുണ്ട്, നമ്മളെല്ലാം അങ്ങോട്ട് കണ്ണടച്ച് അക്സെപ്റ്റ് ചെയ്ത് പോകുന്ന ആ ഒരു കാലഘട്ടം എപ്പോഴേ കഴിഞ്ഞു. ഇപ്പൊ ബാക്കിയുള്ളവരെ നോക്കണ്ട, മലയാളത്തിൽ അത് പോസിബിളേ അല്ല. എല്ലാം എന്താ ഇങ്ങോട്ടൊന്ന് പറഞ്ഞാല് കുറച്ച് തിരിച്ചങ്ങോട്ട് കുറെ പറയാനുള്ള ഒരു ഇതിലായി. അങ്ങനെയായി വളരെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു ജോബ് ഇൻഡസ്ട്രിയുടെ കാര്യത്തിലായിക്കോട്ടെ, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലായിക്കോട്ടെ, നാട് ഓടുമ്പോൾ നടുവേ ഓടുന്നുണ്ട് ആൾക്കാർ എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് ഇതൊക്കെ. അത് തെളിഞ്ഞു വരുവാണ്. ടൈം ഈസ് ചേഞ്ചിങ്. അപ്പോൾ നമ്മുടെ ഈ കൂൺ എന്ന സിനിമ ഞാൻ ടീസർ കണ്ടപ്പോൾ ഭയങ്കര ഒരു ത്രില്ലർ മിസ്റ്ററി ആ ഒരു മോഡ പിടിച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ കാലമായിട്ട് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ പീരീഡിൽ ത്രില്ലർ മിസ്റ്ററി വരുവാണ്. അപ്പോൾ നമ്മുടെ അത്രയും ഓഡിയൻസിന് പൊതുവെ ത്രില്ലർ മിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് നമ്മുടെ മലയാള ഓഡിയൻസ്. അപ്പോൾ അത്രയും പിടിച്ചിരുത്തുന്ന ഒരു എലമെൻറ്റ് നമ്മുടെ സിനിമയിൽ ഉണ്ടോ? പിടിച്ചിരുത്തുന്ന ഒരു എലമെന്റ് ഉണ്ട്. പക്ഷെ പലർക്കും അതൊരു എന്താ പറയുക, പലരും ക്രിട്ടിസൈസ് ചെയ്തേക്കാം ഇതിലെ ഒരുപാട് എലമെന്റ്. ഞാൻ ഇപ്പം ലിമലൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ആണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെന്റ് കാണിക്കുമ്പോഴും ഞാൻ ആങ്ഷ്യസ് ആണ്. എനിക്ക് ചെറിയ ടെൻഷനാണ്. ദൈവം ഇതെന്താവാൻ പോകുന്നത് എന്നുള്ളൊരിതിൽ കുറേ കൊല്ലം മുമ്പ് ചെയ്തു വെച്ചതാണ്. ഇനി ഇതെന്താവും, ഇത് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അതെ, റിലീസ് സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഇതിന്റെ റെസ്പോൺസ് അറിഞ്ഞിട്ട് വേണം തിരിച്ചു വരണോ അങ്ങനെ ടെൻഷൻ ശരിക്കും ഉണ്ടോ? ഉണ്ട്, ശരിക്കും ഉണ്ട്. നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക്. ഇപ്പം ഇവരുടെ എക്സൈറ്റ്മെന്റിനേക്കാൾ കൂടുതൽ എനിക്കുള്ളത് ടെൻഷനാണ്. ലൈക്ക് ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നോണ്ടുള്ളൊരു ടെൻഷൻ. ടൈം പീരീഡ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് കൊണ്ടല്ല, ആളുകൾ ഭയങ്കര എന്താ പറയുക, ഒരുപാട് റെസ്പോൺസുകൾ തരുന്ന ഒരു ട്രെൻഡാണ് ഇപ്പൊ എല്ലാവർക്കും ഉള്ളത്. എല്ലാവരും അഭിപ്രായം പറയും. ആൻഡ് they just don't care എന്താ ഏതെന്ന്. ഇതാണ് പറയാനുള്ളതെങ്കിൽ അങ്ങനെ തന്നെ പറയും.
അവരെ ആ ഒരു മറുപടികൾ ഫേസ് ചെയ്യേണ്ടത് ഇതുവരെ വന്നിട്ടില്ല എനിക്ക്. കാരണം എൻ്റെ ഇപ്പം ഹാപ്പി സർദാർ റിലീസ് ആവുന്ന സമയത്താണെങ്കിലും എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളല്ല ഇതിൽ. പിന്നെ അതിനുശേഷം എന്നെന്നും എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയത് ഇപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു, ശാലിനി ഉഷാദേവി മാമിന്റെ പടമായിരുന്നു. അപ്പൊ അതിലും ഒരൊറ്റ ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ, അതിനകത്തൊരു ക്യാരക്ടർ. എനിക്ക് ഒരിക്കലും ആളുകളുടെ ചോദ്യചിഹ്നത്തിന്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടേ ഇല്ല. ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരു അവസ്ഥ വരാനായിട്ട് പോകുന്നത്. അതിന്റെ പക്ഷെ എന്താണെങ്കിലും ഇറ്റ്സ് നോട്ട് ഗോൺ ലൈക്ക് എന്റെ സമാധാനത്തെ അതൊന്നും തകർക്കൊന്നുമില്ല. ഇപ്പൊ ലൈക്ക് ഇനിയും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് പോകുമ്പോൾ നമ്മുടെ മലയാളം സിനിമ ഒരു ത്രില്ലർ അല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയൊക്കെയല്ലേ പോകുന്നത്. അപ്പോൾ ഒരു കുറച്ചും കൂടിയും ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്ട്സും അങ്ങനത്തെ മൂവീസ് വരണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൂവിയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിഫൈ ചെയ്യാണ്ട് അവർക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവീസോ അതോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ മൂവീസ് അല്ല, നല്ല മൂവീസ് വരട്ടെ, നല്ല മൂവീസ് വരട്ടെ. ഞാൻ ആവേശം സിനിമ ഒരുപാട് എൻജോയ് ചെയ്ത ആളാണ്. അതെ, ഞാൻ 2 തവണ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് ആവേശം. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം കളയുന്ന രീതിയിൽ എന്നെ ഹോണ്ട് ചെയ്തൊരു സിനിമയായിരുന്നു ഉള്ളൊഴുക്ക്. ശരിയാ, ഉള്ളൊഴുക്ക് സിനിമ ഹോണ്ട് ചെയ്തൊരു പടമായിരുന്നു. അതിനകത്ത് എല്ലാ ആർട്ടിസ്റ്റിന്റെ, പാർവതി ആയിക്കോട്ടെ, ഉർവശി ചേച്ചി ആയിക്കോട്ടെ, ഒരു കട്ടക്കി എന്നൊരു പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെ. അങ്ങനെ ഇതുപോലെ നല്ല സിനിമകൾ വരട്ടെ, എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും. ഇപ്പം ഉള്ളൊഴുക്ക് സിനിമയിലൂടെ സ്ത്രീകളിൽ 2 തരത്തിലുള്ളവരുടെ മെന്റാലിറ്റിയാണ് അവർ പോർട്രേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ആളുകൾക്ക് കൂടുതൽ മനസ്സിലാവുന്നുണ്ട്. സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലൂടെ കുറെ കാര്യങ്ങൾ ആളുകൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻസ്. പലർക്കും അത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഇറ്റ് ഹാപ്പൻസ്, അത് നടക്കുന്ന സംഭവമാണ്. അതൊക്കെ അങ്ങനെയുള്ള നല്ല നല്ല സിനിമകൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആവേശം പോലുള്ള സിനിമ, RDX പോലുള്ള നല്ല ആക്ഷൻ പടങ്ങള് അല്ല വരട്ടെ, നല്ല സിനിമ വരട്ടെ. അതിന് ഫീമെയിൽ ഓറിയന്റഡ് ആണോ, ആണുങ്ങൾ മാത്രമേ ഉള്ളോ, അങ്ങനെ ഒന്നുമില്ല, നല്ല സിനിമ വരട്ടെ. ഇപ്പൊ അപ്കമിങ് പ്രോജക്ട്സ് ഏതൊക്കെയാണ്? അപ്കമിങ് ആയിട്ട് ഇപ്പം ഒരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്. ധന്യ ബാലകൃഷ്ണനാണ് ലീഡ്. അതും ഒരു ചെറിയ ഒരു സിനിമയാണ്, ഒരു ഹൊറർ മൂവിയാണ്. അതില് ഒരു ഡബിൾ റോള് ചെയ്യാൻ. അപ്പൊ ഈ തമിഴിലും മലയാളത്തിലും ഭയങ്കര ഡിഫറൻസ് എന്തെങ്കിലും തോന്നിയോ? മലയാളം ക്രൂ ആയിരുന്നു അത്. മലയാളം തമിഴ് മൂവി ലാംഗ്വേജ് തമിഴാണെന്നേ ഉള്ളൂ. ആൻഡ് ലാംഗ്വേജിന്റെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് എനിക്ക്. ഐ ക്യാൻ സ്പീക്ക് ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയുള്ളത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മുടെ മൂവി ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോടൊന്നും പറയാനില്ല, പ്രേക്ഷകരാണ് ഇങ്ങോട്ട് പറയാനുള്ളത്. ഇപ്പൊ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു ചെറിയ പടമാണ്, ചെറിയ ബഡ്ജറ്റിലുള്ള പടമാണ്. 2021 ഷൂട്ട് കഴിഞ്ഞതാണ്. 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പം റിലീസാവാനായിട്ട് പോണത്. എല്ലാം ഇനി കാണുന്ന പ്രേക്ഷകരുടെ കയ്യിലാണ്. സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ കേൾക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും ഇറ്റ്സ് ഓൾ അപ് ടു audience. Okay.